Good morning students. Today we are discussing about the topic dispersion relation for electromagnetic waves. The term dispersion relation describes the effect of dispersion on the properties of waves in a medium, or it can explain the characteristics properties of the waves in that medium. And also a dispersion relation relates the wave number or wavelength of a wave to its frequency. Note the point, dispersion relation is the relation between wave number and its frequency. Given the dispersion relation, one can calculate the phase velocity and group velocity of waves in the medium as a function of frequency. Then what is phase velocity and group velocity? Phase velocity of a wave is the rate at which the wave propagates in some medium. This is the velocity which the phase of any one frequency component of the wave travels. Then the group velocity of a wave is the velocity with which the overall envelope shape of the wave's amplitude propagates through space. Figure shows a dispersion in a prism. ഒരു വൈറ്റ് ലൈറ്റ് ഒരു പ്രിസത്തിൽ കൂടെ കടന്നു പോകുമ്പോൾ അത് ഡിഫറെൻറ്റ് കളേഴ്സായിട്ട് സ്പ്ലിറ്റ് ചെയ്യുന്നു. അതിനെയാണ് നമ്മൾ ഡിസ്പേർഷൻ എന്ന് പറയുന്നത്. നമ്മൾ ചെറിയ ക്ലാസ്സിൽ പഠിച്ചിട്ടുള്ള ഡിസ്പേർഷന് എക്സാമ്പിളാണ് കാണിച്ചിരിക്കുന്നത്. ഇവിടെ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഡിസ്പേർഷൻ റിലേഷനാണ്, ഓർ റിലേഷൻ ബിറ്റ്വീൻ വേവ് ഫ്രീക്വൻസി ആൻഡ് wave number of an electromagnetic wave. ഇലക്ട്രോമാഗ്നറ്റിക് വേവ്സിനെ കുറിച്ച് പഠിക്കുമ്പോൾ നമ്മൾ നോർമലി സ്റ്റാർട്ട് ചെയ്യുന്നത് നമ്മുടെ മാക്സ്വെൽസ് ഇക്വേഷനിൽ നിന്നാണ്. മാക്സ്വെൽസ് ഇക്വേഷൻസ് 4 ഇക്വേഷൻസ് ആണ്. ഫസ്റ്റ് ഇക്വേഷൻ ഡെൽ ഡോട്ട് ഇ ഇസ് ഈക്വൽ ടു റോ ബൈ എപ്സിലോൺ 0. ദിസ് ഇസ് എ കൂളംസ് ലോ. Divergence of electric field is equal to rho by epsilon 0. And the second equation is del cross E is equal to minus dou B by dou T. It's called Faraday's law. Then the third equation del dot B is equal to 0. There is no magnetic field. And the fourth equation is del cross B is equal to mu 0 epsilon 0 dou E by dou T, which is the Ampere's circuital law. ഇനി നമ്മുടെ ഈ കേസിൽ നമ്മൾ കൺസിഡർ ചെയ്യുന്ന മീഡിയം ഇവിടെ എഴുതിയിട്ടുണ്ട്, നോൺ മാഗ്നറ്റിക് ഐസോട്രോപിക് ഹോമോജീനിയസ് മീഡിയമാണ്. അതായത് നമ്മളൊരു വാക്യൂത്തിൻ്റെ കേസിലെ പോലെ അല്ലെങ്കിൽ ഒരു ന്യൂട്രൽ മീഡിയം കൺസിഡർ ചെയ്യുന്ന പോലെയാണ് നമ്മുടെ പ്ലാസ്മ മീഡിയത്തിനെ നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. സോ ഡെൽ ഡോട്ട് ഇയുടെ വാല്യൂ റോ ബൈ എപ്സിലോൺ 0 ആയിരിക്കില്ല, പകരം എന്തായിരിക്കും? ഇറ്റ് ഈസ് ഈക്വൽ ടു 0 ആയിരിക്കും. ഡെൽ ഡോട്ട് ഇ ഈസ് ഈക്വൽ ടു 0, ഡെൽ ക്രോസ് ഇ ഈസ് ഈക്വൽ ടു മൈനസ് ഡോ ബി ബൈ ഡോ ടി, ഡെൽ ഡോട്ട് ബി ഈസ് ഈക്വൽ ടു 0, ഡെൽ ക്രോസ് ബി ഈസ് ഈക്വൽ ടു മ്യൂ 0 എപ്സിലോൺ 0 ഡോ ഇ ബൈ ഡോ ടി എന്നീ 4 ഇക്വേഷൻസാണ് നമ്മൾ ഈ കേസിൽ യൂസ് ചെയ്യാൻ പോകുന്നത്. ചാർജ് ഡെൻസിറ്റി ഇല്ല, സോ ഡെൽ ഡോട്ട് ഇ 0 ആവും. അപ്പോൾ നമുക്ക് ആ പ്ലാസ്മ മീഡിയത്തിൻ്റെ ആ സ്ട്രക്ചർ എങ്ങനെയാണെന്ന് നോക്കാം. അല്ലെങ്കിൽ ഇതൊരു ന്യൂട്രൽ മീഡിയം ആണെന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ ഡെൽ ഡോട്ട് ഇക്ക് 0 കൊടുക്കുന്നതിൻ്റെ റീസൺ എന്താണെന്ന് നമുക്ക് നോക്കാം. ഫോർ എക്സാമ്പിൾ, ഇതാണ് നമ്മുടെ പ്ലാസ്മ മീഡിയം. ഇതാണ് നമ്മുടെ മീഡിയം. ഇതിൻ്റെ ഉള്ളിലാണ് നമ്മുടെ ഗ്യാസ്. നമ്മൾ ഹൈ ടെമ്പറേച്ചറിൽ ഇതിനെ ഹീറ്റ് ചെയ്തു. അപ്പോൾ അത് പ്ലാസ്മ സ്റ്റേറ്റിലേക്ക് പോയി, ഓർ അയണൈസ്ഡ് ഗ്യാസ് എന്ന സ്റ്റേറ്റിലേക്ക് പോയി, വിച്ച് മീൻസ് അയോൺസ് ഓഫ് പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ് ചാർജസ് ഇവിടെ പ്രസൻ്റ് ആണ്. ഇലക്ട്രോൺസ് ഓൾസോ ഹോൾസ്. പോസിറ്റീവ് ചാർജുള്ള ഹോൾസും നെഗറ്റീവ് ചാർജുള്ള ഇലക്ട്രോൺസും ഇവിടെയുണ്ട്. ഈ ഹോൾസ് ഫോം ചെയ്തത് ഇലക്ട്രോൺസിൻ്റെ വേക്കൻസി ആയിട്ടാണ്. ഇവിടെ ഈ ഇലക്ട്രോൺസ് ആണ് ഇങ്ങോട്ട് പോയത്, ഇലക്ട്രോൺ ആണ് ഇങ്ങോട്ട് പോയത്. ഇങ്ങനെ ഓരോ ഇലക്ട്രോണിനും കറസ്പോണ്ടിങ് ആയിട്ട് ഫോം ചെയ്ത ഹോൾസാണ് ഇത്. അപ്പം
എത്ര നമ്പർ ഓഫ് ഇലക്ട്രോൺസ് എക്സൈറ്റ് ചെയ്ത് പുറത്തേക്ക് പോയിട്ടുണ്ടോ അത്രയും നമ്പർ ഓഫ് ഹോൾസ് ആണ് ഇവിടെ ക്രിയേറ്റ് ചെയ്യപ്പെട്ടിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു റീജിയൻ നോക്കാം, ഇത്രയും ഒരു റീജിയൻ. ഈ ഒരു റീജിയൻ നോക്കുകയാണെങ്കിൽ ഈക്വൽ നമ്പർ ഓഫ് പോസിറ്റീവ് അയോൺസിന് ഈക്വൽ നമ്പർ ഓഫ് നെഗറ്റീവ് അയോൺസ് ആണുള്ളത്. അപ്പോൾ അത് കാരണം നമുക്ക് പറയാം ഈ മീഡിയം എന്ന് പറയുന്നത് എന്താ, ഒരു ന്യൂട്രൽ മീഡിയമാണ്. ന്യൂട്രാലിറ്റി എപ്പോഴും കീപ്പ് ചെയ്യുന്ന ഒരു മീഡിയമാണ് ഇത്, ഒരു ഏരിയ നമ്മൾ നോക്കുമ്പോൾ. ഇനി വീണ്ടും ഈ ഏരിയ നോക്കുമ്പോൾ എന്ത് സംഭവിക്കും, സെയിം ഇവിടെ ഈക്വൽ നമ്പർ ഓഫ് പോസിറ്റീവ് അയോൺസിന് ഈക്വൽ നമ്പർ ഓഫ് നെഗറ്റീവ് അയോൺസ് ആണ് പ്രസൻ്റ് ആയിട്ടുള്ളത്. അപ്പോൾ ഒരു പ്ലാസ്മ മീഡിയം എന്ന് പറയുന്നത് ഇലക്ട്രിക്കലി ന്യൂട്രൽ ആയിട്ടുള്ള മീഡിയമാണ്. അങ്ങനെ പറയാൻ കാരണം അവിടെയുള്ള അയോൺസിൻ്റെ എണ്ണം പോസിറ്റീവിന് ഈക്വലാണ് നെഗറ്റീവ് അയോൺസ്. ഇനി ഇവിടെ എക്സൈറ്റേഷൻസ് ഉണ്ടാവുന്നുണ്ട് അല്ലെങ്കിൽ ഓസിലേഷൻസ് ഉണ്ടാവുന്നുണ്ടെന്നൊക്കെ പറയുന്നുണ്ട്. അതെങ്ങനെയാണ് സംഭവിക്കുന്നത്, ഇത് ഓൾറെഡി ഒരു ന്യൂട്രൽ മീഡിയം അല്ലേ. അപ്പോൾ അതെങ്ങനെയാണെന്ന് വെച്ചാൽ ഇവിടെ നമ്മൾ എന്തെങ്കിലും തെർമൽ എക്സൈറ്റേഷൻസ് കൊടുത്തു കഴിയുമ്പോൾ, എന്തെങ്കിലും തെർമൽ ഡിസ്റ്റർബൻസ് കൊടുത്തു കഴിയുമ്പം എന്ത് സംഭവിക്കും, ഈ ഇലക്ട്രോൺസ് മൂവ് ചെയ്യാനായിട്ട് തുടങ്ങും. ഇത് ഓൾറെഡി മൂവിങ് ആണ്. ഇലക്ട്രോൺസ് വളരെ ഫാസ്റ്റായിട്ട് റഷ് ചെയ്ത് മൂവ് ചെയ്യാനായിട്ട് തുടങ്ങും. ആ മൂവ്മെൻ്റ് എന്ന് പറയുന്നത് ഏതെങ്കിലും ഒരു ഡയറക്ഷനിൽ നിന്ന് മറ്റൊരു ഡയറക്ഷനിലേക്ക് ആയിരിക്കും, അല്ലെങ്കിൽ റാൻഡം ആയിട്ടോ ആവാം. അപ്പോൾ ഒരു കൂട്ടം ഇലക്ട്രോൺസ് ഒരു ഏരിയയിൽ നിന്ന്, അപ്പോൾ ഇവിടെ ന്യൂട്രലായിട്ട് നിന്ന് ഈ റീജിയനിൽ നിന്ന് ഇത് അടുത്ത റീജിയനിലേക്ക് മൂവ് ചെയ്യുന്നു. അപ്പോൾ ഒരു കൂട്ടം ഇലക്ട്രോൺസ് ഇവിടെ നിന്ന് ഇങ്ങോട്ട് മൂവ് ചെയ്യുമ്പോൾ ഈ മീഡിയം എപ്പോഴും ഇലക്ട്രിക്കൽ ന്യൂട്രാലിറ്റി മെയിൻറ്റെയിൻ ചെയ്യാൻ ശ്രമിക്കുന്ന മീഡിയമാണ്. അപ്പോൾ ഇവിടെ നിന്ന് ഇലക്ട്രോൺസ് ഈ ഏരിയയിലേക്ക് മൂവ് ചെയ്യുമ്പം ഉറപ്പായിട്ടും ഈ ഭാഗത്തെ ന്യൂട്രാലിറ്റി നഷ്ടപ്പെട്ടു. അപ്പോൾ എന്ത് സംഭവിക്കും, ഇതിൻ്റെ തൊട്ട് ഈ സൈഡിലുള്ള ഭാഗത്തെ ഇലക്ട്രോൺസ് എല്ലാം ഈ റീജിയനിലേക്ക് വരും. ഞാൻ ഒന്നുകൂടി പറയാം, തെർമൽ എക്സൈറ്റേഷൻസിൻ്റെ ഫലമായിട്ട് അല്ലെങ്കിൽ തെർമൽ ഡിസ്റ്റർബൻസിൻ്റെ ഫലമായിട്ട് ഇവിടെ ഉള്ള ഇലക്ട്രോൺസ് റഷ് ചെയ്ത് ഈ ഭാഗത്തേക്ക് മാറി. നമ്മളിതിനെ രണ്ട് ഏരിയ ആയിട്ട് തിരിച്ചു, ഇവിടെയുള്ള ഇലക്ട്രോൺസ് ഈ ഭാഗത്തേക്ക് മാറി. അപ്പോൾ എന്ത് സംഭവിച്ചു, ഇവിടുത്തെ ന്യൂട്രാലിറ്റി നഷ്ടപ്പെട്ടു, ഇവിടുത്തെ ന്യൂട്രാലിറ്റി നഷ്ടപ്പെട്ടു. അപ്പം ഇവിടുത്തെ ന്യൂട്രാലിറ്റി മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് ഇവിടെ ഇലക്ട്രോൺസിൻ്റെ കുറവാണുള്ളത്. ഇവിടെയുള്ള ബാക്കി ഇലക്ട്രോൺസ് ഈ ഏരിയയിലേക്ക് വന്ന് ഇവിടുത്തെ ന്യൂട്രാലിറ്റി കീപ്പ് ചെയ്യും. ഇവിടെ എന്താ സംഭവിച്ചത്, ഇവിടെ പോസിറ്റീവ് അയോൺസിനേക്കാളും കൂടുതൽ നെഗറ്റീവ് അയോൺസ് വന്നു. അങ്ങനെ സമ്മതിക്കില്ല, ഇവിടെ ന്യൂട്രാലിറ്റി മെയിൻറ്റെയിൻ ചെയ്യണം. അപ്പോൾ എന്ത് സംഭവിക്കും, ഇവിടെ നിന്ന് ഇലക്ട്രോൺസ് അടുത്ത ഏരിയയിലേക്ക് പോവുക എന്നൊരു മാർഗം മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇലക്ട്രോൺസ് ഇങ്ങനെ പോകും. ഇങ്ങനെ ഈ ഏരിയയിൽ നിന്ന് ഈ ഏരിയയിലേക്ക്, ഈ ഏരിയയിൽ നിന്ന് ഈ ഏരിയയിലേക്ക് ഇങ്ങനെ ഇലക്ട്രോൺസ് പാസ് ചെയ്തുകൊണ്ടിരിക്കുക. കറസ്പോണ്ടിംഗ്ലി മറ്റൊരു ഏരിയയിൽ നിന്നും ആ ന്യൂട്രാലിറ്റി നഷ്ടപ്പെട്ട ഏരിയയിലേക്ക് ഇലക്ട്രോൺസ് വന്നുകൊണ്ട് ഇരിക്കുന്നുണ്ട്. അങ്ങനെ ഇലക്ട്രിക്കൽ ന്യൂട്രാലിറ്റി എല്ലാ ഏരിയയിലെയും കീപ്പ് ചെയ്യാനായിട്ട് ശ്രമിച്ചുകൊണ്ടാണ് ഇരിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ ഒരു ഭാഗത്ത് നിന്ന് ഇലക്ട്രോൺസ് മറ്റൊരു ഭാഗത്തേക്ക് ഇങ്ങനെ മൂവ് ചെയ്ത് പോകുന്നത് നമുക്കൊരു വേവിലേക്ക് മോഷൻ ആയിട്ടാണ് ഫീൽ ചെയ്യുന്നത്, അല്ലെങ്കിൽ ഒരു ഓസിലേറ്ററി മോഷനായിട്ടാണ് നമുക്ക് ഫീൽ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അങ്ങനെ ഉള്ള ആ മൂവ്മെൻറ്റിന് അല്ലെങ്കിൽ അങ്ങനെയുള്ള ആ ഓസിലേറ്ററി മോഷൻ ഓഫ് ഇലക്ട്രോൺസിനെയാണ് നമ്മൾ പ്ലാസ്മയിൽ ഉണ്ടാകുന്ന ഓസിലേഷൻസ് എന്ന് പറയുന്നത്. അപ്പോൾ ആ ഓസിലേഷൻ്റെ ക്വാണ്ടൈസ്ഡ് ഫോമിനെയാണ് നമ്മൾ പ്ലാസ്മോൺ എന്ന് പറയുന്നത്. അപ്പോൾ ഈ കേസിൽ നമ്മൾ പറഞ്ഞു, ഒരു ഭാഗം നോക്കുകയാണെങ്കിൽ ഡിസ്റ്റർബൻസ് ഇല്ലാണ്ടിരിക്കുന്ന പ്ലാസ്മയിലെ ഒരു ഭാഗം നോക്കുകയാണെങ്കിൽ അത് ഇലക്ട്രിക്കലി ന്യൂട്രലാണ്. സോ നമുക്കിവിടെ മാക്സ്വെൽസ് ഇക്വേഷൻ ∇.E = 0 ആണെന്ന് പറയാനായിട്ട് സാധിക്കും. ആ രീതിയിലാണ് നമ്മൾ ഇത് ഡിറൈവ് ചെയ്യാനായിട്ട് പോകുന്നത്. ഇപ്പോൾ നോർമൽ ഇക്വേഷൻസ് ആയിട്ട് കൺഫ്യൂഷൻ ആവരുത്. ∇.E ρ/ε0 ഇതൊരു ന്യൂട്രൽ മീഡിയം ആയതുകൊണ്ട് ∇.E ഡൈവേർജൻസ് ഇല്ല. സോ ∇.Eക്ക് നമ്മൾ 0 എന്ന് കൊടുക്കാം. ഇതാണ് നമ്മുടെ 4 ഇക്വേഷൻസ്. ഇനി ഇക്വേഷൻ 2 കേള് എടുക്കാം. കേൾ ഓഫ് ഇക്വേഷൻ 2 ദാറ്റ് ഈസ് ഡെൽ ക്രോസ് ഇക്വേഷൻ 2 എന്താണ്, ഡെൽ ക്രോസ് E = -∂B/∂t ദാറ്റ് ഈസ് ഡെൽ ക്രോസ് E which is equal to del cross -∂B/∂t which is equal to -∂by/∂t of del cross B. Then LHS മാത്രം എടുത്തു, del cross E മാത്രം എടുത്തു, which is equal to നമുക്കറിയാം ഈ പ്രോപ്പർട്ടി del into del.E minus del.del into E which is equal to del into del.E minus del square E, that is
എൽ എച്ച് എസ് എങ്ങനെയായി? ഡെൽ ഇൻറ്റു ഡെൽ ഡോട്ട് ഇ മൈനസ് ഡെൽ സ്ക്വയർ ഇ ഈക്വൽസ് ആർ എച്ച് എസ് മൈനസ് ഡോ ബൈ ഡോ ടി ഓഫ് ഡെൽ ക്രോസ് ബി. ഇനി നമുക്ക് ഫോർത്ത് ഇക്വേഷൻ, അതായത് ഡെൽ ക്രോസ് ബി ഇസ് ഈക്വൽ ടു മ്യൂ സീറോ എപ്സിലോൺ സീറോ ഡോ ഇ ബൈ ഡോ ടി എന്ന് പറഞ്ഞ ഇക്വേഷൻ എടുക്കാം. ദെൻ ഡെൽ ഡോട്ട് ഇ മൈനസ് ഡെൽ ക്രോസ് ബി എന്ന് പറഞ്ഞാൽ ഡെൽ ഡോട്ട് ഇ, ഡെൽ ഇൻറ്റു ഡെൽ ഡോട്ട് ഇ ദാറ്റ് ഇസ് മൈനസ് ഡെൽ സ്ക്വയർ ഇ ഈക്വൽസ് മൈനസ് ഡോ ബൈ ഡോ ടി മ്യൂ സീറോ എപ്സിലോൺ സീറോ ഡോ ഇ ബൈ ഡോ ടി. ഇനി ഇവിടെയാണ് നമ്മൾ നേരത്തെ പറഞ്ഞ കണ്ടീഷൻ അപ്ലൈ ചെയ്യേണ്ടി വരുന്നത്. ഡെൽ ഡോട്ട് ഇ ഈക്വൽ ടു സീറോയാണ്. സോ ഈ ടേം വാനിഷായി. ദാറ്റ് ഈസ് ലെഫ്റ്റ് സൈഡിൽ മൈനസ് ഡെൽ സ്ക്വയർ ഇ ഈക്വൽ ടു മൈനസ് ഡോ ബൈ ഡോ ടി ഓഫ് മ്യൂ സീറോ എപ്സിലോൺ സീറോ ഡോ ഇ ബൈ ഡോ ടി, ഓർ മൈനസ് രണ്ടിടത്തുനിന്നും ക്യാൻസലാക്കി കളയാം, ഓർ ഡെൽ സ്ക്വയർ ഇ ഈക്വൽ ടു മ്യൂ സീറോ എപ്സിലോൺ സീറോ ഡോ സ്ക്വയർ ഇ ബൈ ഡോ ടി സ്ക്വയർ, ഓർ ഡെൽ സ്ക്വയർ ഇ ഇസ് ഈക്വൽ ടു മ്യൂ സീറോ എപ്സിലോൺ സീറോ ഇ ഓൾറെഡി ഡി ആണെന്നുള്ളത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിറൈവ് ചെയ്തതാണ്. ഡി ഇസ് ഈക്വൽ ടു എപ്സിലോൺ സീറോ ഇ എന്ന് പറയുന്ന റിലേഷൻ. അപ്പോൾ ഇതിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ എപ്സിലോൺ സീറോ ഇക്ക് പകരം ഡി കൊടുക്കാം. സോ മ്യൂ സീറോ ഇൻറ്റു ഡോ സ്ക്വയർ ഡി ബൈ ഡോ ടി സ്ക്വയർ വിച്ച് ഈസ് ദ ഇക്വേഷൻ ഇൻ എസ് ഐ യൂണിറ്റ്സ്. ഇനി സി ജി എസിലേക്ക് വരുവാണെങ്കിൽ സി സ്ക്വയർ ഇൻറ്റു ഡെൽ സ്ക്വയർ ഇ ഇസ് ഈക്വൽ ടു ഡോ സ്ക്വയർ ഡി ബൈ ഡോ ടി സ്ക്വയർ. അതാണ് സി ജി എസ് സിസ്റ്റത്തിലെ ഇക്വേഷൻ. രണ്ടും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഇക്വേഷനാണ്. ഡെൽ സ്ക്വയർ ഈസ് ഈക്വൽ ടു മ്യൂ സീറോ ഇൻറ്റു ഡോ സ്ക്വയർ ഡി ബൈ ഡോ ടി സ്ക്വയർ which is in SI units, and in CGS C square del square is equal to dou square d by dou t square. Then dou square d by dou t square equal to C square del square E എന്ന് പറഞ്ഞ സി ജി എസ് സിസ്റ്റത്തിൽ ഇക്വേഷൻ എടുത്തു. അതിന് നമ്മൾ ഇക്വേഷൻ നമ്പർ 1 എന്ന് കൊടുത്തു. ഹിയർ ഇ ഈസ് പ്രപ്പോർഷണൽ ടു എക്സ്പോണൻഷ്യൽ minus I omega t and exponential IKR. Electric field is proportional to these two terms, exponential minus I omega t and exponential IKR. So we can write equation 1 as dou square by dou t square epsilon E is equal to C square del square E. Or we can rewrite the above equation as epsilon into dou square E by dou t square is equal to C square del square E. ഈ ഐ ഒമേഗ ഇ റേസ് ടു മൈനസ് ഐ ഒമേഗ ടിക്കും ഇ റേസ് ടു ഐ കെ ആറും പ്രപ്പോർഷണലാണ്. സോ എപ്സിലോൺ ഇൻറ്റു ഡോ സ്ക്വയർ ബൈ ഡോ ടി സ്ക്വയർ ഇ റേസ് ടു മൈനസ് ഐ ഒമേഗ ടി ഇൻറ്റു ഇ റേസ് ടു ഐ കെ ആർ ഈക്വൽ ടു സി സ്ക്വയർ ഡെൽ സ്ക്വയർ ഇ റേസ് ടു മൈനസ് ഐ ഒമേഗ ടി ഇൻറ്റു ഇ റേസ് ടു ഐ കെ ആർ. ഇനി ഇത് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് കിട്ടും എപ്സിലോൺ ഇൻറ്റു മൈനസ് ഒമേഗ സ്ക്വയർ ഇ ഈക്വൽ ടു സി സ്ക്വയർ ഇൻറ്റു മൈനസ് കെ സ്ക്വയർ ഇ. ഡെറിവേറ്റീവ് എടുത്തു കഴിയുമ്പോൾ കിട്ടുന്ന ഫൈനൽ ആൻസറാണ്. വിച്ച് ഇസ് ഈക്വൽ ടു മൈനസ് എപ്സിലോൺ ഒമേഗ സ്ക്വയർ ഇ ഈക്വൽ ടു സി സ്ക്വയർ ഇൻറ്റു മൈനസ് കെ സ്ക്വയർ ഇ. മൈനസ് രണ്ടിടത്തുനിന്ന് ക്യാൻസലാക്കാം. സോ ഇയും കൂടെ ക്യാൻസൽ ചെയ്ത് കളയാം. ദാറ്റ് ഈസ് എപ്സിലോൺ ഒമേഗ സ്ക്വയർ ഇസ് ഈക്വൽ ടു സി സ്ക്വയർ കെ സ്ക്വയർ. ഇക്വേഷൻ നമ്പർ 2. ദെൻ എപ്സിലോൺ ഇറ്റ്സ് എ ഫങ്ഷൻ ഓഫ് ഫ്രീക്വൻസി ആൻഡ് വേവ് വെക്റ്റർ കെ. എപ്സിലോൺ ഓഫ് ഒമേഗ കെ ഇൻറ്റു ഒമേഗ സ്ക്വയർ ഈക്വൽ ടു സി സ്ക്വയർ കെ സ്ക്വയർ. ഇക്വേഷൻ നമ്പർ 3. ഇത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഇക്വേഷനാണ്, ഓർത്തിരിക്കുക. എപ്സിലോൺ ഒമേഗ സ്ക്വയർ ഈക്വൽ ടു സി സ്ക്വയർ കെ സ്ക്വയർ. അതായത് ഫ്രീക്വൻസിയെയും അതുപോലെ തന്നെ കെയിനെയും കൂടെ കണക്ട് ചെയ്യുന്ന ഇക്വേഷനാണ് എപ്സിലോൺ ഒമേഗ സ്ക്വയർ ഇസ് ഈക്വൽ ടു സി സ്ക്വയർ കെ സ്ക്വയർ എന്ന് പറയുന്ന ഇക്വേഷൻ നമ്പർ 3. ഇനി ഈ ഇക്വേഷനിൽ നിന്ന് നമുക്ക് കുറച്ച് കാര്യങ്ങൾ മനസ്സിലാക്കാനായിട്ട് സാധിക്കും. നമ്മൾ ഒരു 5 കണ്ടീഷൻസ്
കൊടുക്കുകയാണ്. അതിന് കറസ്പോണ്ടിങ് ആയിട്ട് വേവിൻ്റെ ക്യാരക്ടർ എങ്ങനെയാണെന്നാണ് നമ്മൾ പറയാൻ പോകുന്നത്. ഫസ്റ്റ് വൺ, ഇഫ് എപ്സിലോൺ ഈസ് റിയൽ ആൻഡ് ഗ്രേറ്റർ ദാൻ 0. ഈ ഇക്വേഷനിൽ എപ്സിലോൺ റിയലുമാണ്, 0യേക്കാൾ വലുതുമാണ് എന്ന് വിചാരിക്കുക. ആൻഡ് ഓൾസോ ഒമേഗ ഈസ് റിയൽ. എപ്സിലോണും റിയലാണ്, ഒമേഗയും റിയൽ ആണെങ്കിൽ കെ ഈസ് ഓൾസോ എ റിയൽ വാല്യൂ. അതാണ് ഫസ്റ്റ് കണ്ടീഷൻ. അപ്പം ഈ കണ്ടീഷന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള വേവ് പ്രൊപ്പഗേഷൻ എന്ന് പറയുന്നത് ട്രാൻസ്വേഴ്സ് ഇലക്ട്രോമാഗ്നറ്റിക് വേവ്സ് ആയിരിക്കും, വിച്ച് പ്രൊപ്പഗേറ്റ്സ് വിത്ത് ഫേസ് വെലോസിറ്റി c by epsilon square. c by epsilon square ആയിരിക്കും എൻ്റെ ഫേസ് വെലോസിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ ഫസ്റ്റ് കണ്ടീഷൻ നോക്കുക, ഒരു ട്രാൻസ്വേഴ്സ് വേവ് ആയിരിക്കും, ട്രാൻസ്വേഴ്സ് ഇലക്ട്രോമാഗ്നറ്റിക് വേവ് ആയിരിക്കും മീഡിയത്തിൽ കൂടെ പ്രൊപ്പഗേറ്റ് ചെയ്യുന്നത്. നമ്മുടെ പ്ലാസ്മ ഓസിലേഷൻ എന്ന് പറയുന്നത് ഒരു ഇലക്ട്രോമാഗ്നറ്റിക് വേവ് ആണ്. അപ്പം ഒരു ട്രാൻസ്വേഴ്സ് മോഡിലുള്ള ഇലക്ട്രോമാഗ്നറ്റിക് വേവ് ആയിരിക്കും ഏത് കണ്ടീഷനിൽ പ്രൊപ്പഗേറ്റ് ചെയ്യുന്നത്? എപ്സിലോൺ റിയലും ഒമേഗ റിയലും കെ റിയലുമായിരിക്കുന്ന കേസിൽ പ്രൊപ്പഗേറ്റ് ചെയ്ത് പോകുന്ന വേവ് ഒരു ട്രാൻസ്വേഴ്സ് ഇലക്ട്രോമാഗ്നറ്റിക് വേവ് ആയിരിക്കും വിത്ത് ഫേസ് വെലോസിറ്റി c by epsilon raised to 1/2. ഇനി നെക്സ്റ്റ് കണ്ടീഷൻ, എപ്സിലോൺ ഈസ് റിയൽ ബട്ട് ലെസ് ദാൻ 0 ആൻഡ് ഒമേഗ ഈസ് റിയൽ. എപ്സിലോൺ റിയൽ ആണ്, പക്ഷേ 0യേക്കാൾ കുറവാണ്, ഒമേഗ റിയലുമാണ്. എപ്സിലോൺ 0യേക്കാൾ കുറവ്, ഒമേഗ റിയലുമാണെങ്കിൽ നമുക്ക് മനസ്സിലാക്കാം കെ എന്തായിരിക്കും? കെ ഒരു ഇമാജിനറി വാല്യൂ ആയിരിക്കും. ആ വേവിൻ്റെ ക്യാരക്ടർ എന്ന് പറയുന്നത് ഒരു ഡാംഡ് വേവ് ആണ് വിത്ത് ക്യാരക്ടറിസ്റ്റിക് ലെങ്ത് 1/(k). ഡാംഡ് വേവ് എന്ന് പറയുന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? വേവ് ഇങ്ങനെ പ്രൊപ്പഗേറ്റ് ചെയ്ത് ഇങ്ങനെ ഇല്ലാണ്ടായി പോകുന്നു, അതിനാണ് നമ്മൾ ഡാംഡ് ഓസിലേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ സെക്കൻഡ് കേസിൽ എന്ത് സംഭവിക്കും? കെ ഇമാജിനറി ആയിട്ട് മാറുമ്പം ഇലക്ട്രോമാഗ്നറ്റിക് വേവിൻ്റെ ക്യാരക്ടർ എന്ന് പറയുന്നത് ഒരു ഡാംഡ് വേവിൻ്റെ ക്യാരക്ടറിസ്റ്റിക്കിന് സിമിലർ ആയിരിക്കും. ദെൻ അടുത്ത കണ്ടീഷൻ, എപ്സിലോൺ ഈസ് കോംപ്ലെക്സ് ആൻഡ് ഒമേഗ ഈസ് റിയൽ. എപ്സിലോൺ കോംപ്ലെക്സും ഒമേഗ റിയലും ആണെങ്കിൽ കെ എന്തായാലും റിയൽ ആവില്ല, കെയും ഒരു കോംപ്ലെക്സ് വാല്യൂ ആയിരിക്കും. ആ വേവിൻ്റെയും ക്യാരക്ടർ എന്ന് പറയുന്നത് ഡാംപ്ഡ് വേവ്, വിച്ച് ഈസ് ഡാംപ്ഡ് ഇൻ സ്പേസ്. ആ ഒരു രീതിയിലായിരിക്കും വരുന്നത്. ദെൻ അടുത്ത കണ്ടീഷൻ, എപ്സിലോൺ ഈക്വൽ ടു ഇൻഫിനിറ്റി. അതായത് ഒരു ഫൈനൈറ്റ് വാല്യൂ അല്ല, ഒരു ഫൈനൈറ്റ് ഓസിലേഷൻ അല്ല. സോ നമുക്ക് ആ ഓസിലേഷന് എങ്ങനെ പേര് കൊടുക്കാം? ഇറ്റ്സ് ദ ഫ്രീക്വൻസി ഓഫ് ഫ്രീ ഓസിലേഷൻസ്. ഒരു ഫൈനൈറ്റ് ആയിട്ടുള്ള വാല്യൂ ഇല്ല, അതുകൊണ്ട് നമുക്ക് ആ ഫ്രീക്വൻസി എപ്സിലോൺ എന്ന് പറയുന്ന വാല്യൂ ഇൻഫിനിറ്റി ആയിട്ടുള്ള മോഡ് ഓഫ് ഫ്രീക്വൻസി ഓഫ് ഓസിലേഷൻ നമ്മൾ പറയുന്ന പേരാണ് ഫ്രീക്വൻസി ഓഫ് ഫ്രീ ഓസിലേഷൻസ്. ദെൻ എപ്സിലോണിൻ്റെ വാല്യൂ 0 ആണെന്ന് വിചാരിക്കുക. ദാറ്റ് ഈസ് ലോഞ്ചിറ്റ്യൂഡിനലി പോളറൈസ്ഡ് വേവ്. അപ്പം പോളറൈസ്ഡ് വേവ് എന്ന് പറഞ്ഞാൽ ഒരു പർട്ടിക്കുലർ ഡയറക്ഷനിൽ മാത്രം കൺഫൈൻ ചെയ്ത വേവാണ്. അത് നമുക്ക് വെർട്ടിക്കൽ പോളറൈസേഷൻ, ഹൊറിസോണ്ടൽ പോളറൈസേഷൻ എന്ന് പറഞ്ഞാൽ ഡിഫറെൻറ്റ് പോളറൈസേഷൻ ടെക്നിക്സ് ഒക്കെ ഉണ്ട്. അപ്പം ആ ഒരു രീതിയിൽ ലോഞ്ചിറ്റ്യൂഡിനലി പോളറൈസ്ഡ് ആയിട്ടുള്ള വേവിൻ്റെ ക്യാരക്ടറായിരിക്കും എപ്സിലോൺ ഈക്വൽ ടു 0 എന്ന് പറയുന്ന വേവിന് ഉണ്ടായിരിക്കേണ്ടത്. ഇപ്പം നമ്മൾ കണ്ടു ഇവിടെ പലതരത്തിലുള്ള വേവ്സ് പ്രൊപ്പഗേറ്റ് ചെയ്യുന്നുണ്ട് പല കണ്ടീഷൻ അനുസരിച്ച് ഈ സെയിം ഇക്വേഷനിൽ തന്നെ. അതായത് നമുക്ക് ട്രാൻസ്വേഴ്സ് വേവ് നമുക്ക് ഒബ്റ്റെയിൻ ചെയ്യാൻ പറ്റി, അതുപോലെ തന്നെ ലോഞ്ചിറ്റ്യൂഡിനൽ വേവും ഒബ്റ്റെയിൻ ചെയ്യാനായിട്ട് പറ്റിയിട്ടുണ്ട്. അത് തന്നെ ഡാംഡ് ഉള്ള കേസുണ്ട്, പിന്നെ കെ കോംപ്ലക്സ് ആയിട്ടുള്ള കേസുണ്ട്, അങ്ങനെ ഡിഫറെൻറ്റ് കേസസ് ഉണ്ട്. നമ്മൾ ഓവറോളായിട്ട് പറയുവാണെങ്കിൽ നമുക്ക് 2 ടൈപ്പ് ഇലക്ട്രോമാഗ്നറ്റിക് വേവ്സിനാണ് ഇവിടെ കാണാൻ കഴിഞ്ഞത്. ഏതൊക്കെയാണ്? ട്രാൻസ്വേഴ്സ് ഇലക്ട്രോമാഗ്നറ്റിക് വേവും അതുപോലെ തന്നെ ലോഞ്ചിറ്റ്യൂഡിനൽ ഇലക്ട്രോമാഗ്നറ്റിക് വേവും. അപ്പോൾ നമുക്ക് പറയാനായിട്ട് സാധിക്കും, നമുക്ക് കൺക്ലൂഡ് ചെയ്യാം, ഒരു പ്ലാസ്മ മീഡിയത്തിൽ ഇലക്ട്രിക്കൽ ന്യൂട്രാലിറ്റി നഷ്ടപ്പെടുമ്പം ഉണ്ടാകുന്ന ഓസിലേഷൻസ് അത് ഒരു ട്രാൻസ്വേഴ്സ് മോഡ് ഓഫ് ഓസിലേഷനോ അതുപോലെ തന്നെ ഒരു ലോഞ്ചിറ്റ്യൂഡിനൽ
ഒപ്റ്റിക്കൽ മോഡ് ഓഫ് ഓസിലേഷനോ ആവാം. അതുകൊണ്ട് തന്നെ നമുക്ക് രണ്ട് തരത്തിൽ ഇതിനെ ഡിഫറൻഷ്യേറ്റ് ചെയ്യാം. ട്രാൻസ്വേഴ്സ് ഒപ്റ്റിക്കൽ മോഡ്സ് ആൻഡ് ലോഞ്ചിറ്റ്യൂഡിനൽ ഒപ്റ്റിക്കൽ മോഡ്സ് ഇൻ പ്ലാസ്മ എന്ന് പറഞ്ഞ 2 കാറ്റഗറീസ് ആയിട്ട് നമുക്ക് തിരിക്കാനായിട്ട് സാധിക്കും. ഇനി ട്രാൻസ്വേഴ്സ് ഒപ്റ്റിക്കൽ മോഡ്സ് എങ്ങനെയാണ് ഫോം ചെയ്യുന്നത്, അതിൻ്റെ ക്യാരക്ടർ എന്താണ് എന്നൊക്കെയുള്ളത് നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം. താങ്ക് യു.